നമസ്കാരം. ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടന്നത് കളിയരങ്ങ് എന്ന പരിപാടിയാണ്. പാട്ടും ഡാൻസും കഥാപ്രസംഗവും അതുപോലെ എന്തെങ്കിലുമൊക്കെയുള്ള പരിപാടികളുമായിട്ട് മിഡ് വീക്ക് ടാസ്കിന്റെ ഭാഗമായിട്ടുള്ള 6 പേരിൽ 2 പേരെ ജയിൽവാസത്തിന് അജ്ഞാതവാസത്തിന് വിടുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 6 പേരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 2 പേര് വന്നുള്ള ഈ പരിപാടിയാണ്. ഡാൻസും കൂത്തും ഒക്കെ ആയിട്ട് എന്തെങ്കിലും കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് തന്നെ കുറെ പാട്ടിന്റെ സെലക്ഷനെ കൊടുത്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് 6 മിനിറ്റ് സമയമുണ്ട്. 2 മിനിറ്റ് ഈ പെർഫോം ചെയ്യാനുള്ള ടൈമും ബാക്കി ഇവരുടെ കൗണ്ടിങ് ടൈമും പിന്നെ 2 മിനിറ്റ് ആലോചിക്കാൻ അങ്ങനെയൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. ഏതായാലും ശരി, അതങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പൊ ഇതിനകത്തിലെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഒരു കള്ളക്കളി അവിടെ കാണുന്നുണ്ട്. ഈ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള സ്പർദ്ധ, അതിനകത്ത് ഒറ്റ ഒരാളേ ഉള്ളൂ, ഒറ്റ ഒരാളിനോട് എല്ലാവർക്കും അറിയാം, അനീഷിനോട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും വിരോധമുള്ള ആളിന്റെ അല്ലെങ്കിൽ മര്യാദയില്ലാതെ പെരുമാറുന്ന ആളുടെ പേര്, എല്ലാവരും ബാക്കി 17 പേരും പറഞ്ഞ അനീഷിന്റെ പേര് എന്ന് പറഞ്ഞോട്ട് ഇതിനകത്തില് ഒറ്റപ്പെടുത്ത, അതായത് സ്പർദ്ധ കൂട്ടുന്ന ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നി. അത് ബിഗ് ബോസിന്റെ ഒരു തന്ത്രമായിരിക്കും. എന്തായാലും ശരി, അതിനകത്തില് ഓരോരുത്തർക്കും വന്ന ടൈമില് പെർഫോം ചെയ്ത വന്നത് ആദ്യം സരികയ്ക്ക് വേണ്ടി അക്ബറും അനുവും കൂടെ കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺഫ്യൂഷൻ, നല്ലൊരു പാട്ടാണ്, ജയറാമിന്റെ പാട്ട്. തലക്കെട്ട് പറ്റി അവരത് വന്ന് ഏകദേശം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വലിയ ഇതൊന്നും പറയാൻ പറ്റില്ല, ഇവർ ലിമിറ്റഡ് ടൈമിലുള്ള അതിനകത്ത് കിടന്നുള്ള ഒരു പരിപാടിയല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ അതിന് ആ ഒരു ലെവലിൽ കണ്ടാൽ മതി. പിന്നെ രണ്ടാമത് രേണുവിന് വേണ്ടിയിട്ട് നിവിനും ഷാനവാസൂടെ വന്നേ, അവരുടെ അത്ര വലിയ പെർഫോമൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല. നിവിൻ ഒരു ഹീസ് എ ഡാൻസർ, അപ്പൊ അതിന്റെ ഒരു ലെവലില് കുറെ ഇതുണ്ടായിരുന്നു. ഷാനവാസിന്റെ നിവിന് ഒപ്പം ഒന്ന് നിൽക്കാനുള്ള ഇതൊന്നുമില്ല. ഷാനവാസ് അഭിനയിക്കും, പക്ഷെ ഡാൻസിലൊന്നും അത്ര നമുക്ക് പറയാൻ പറ്റത്തില്ല. മൂന്നാമത് വന്നതാണ് അനീഷിന് വേണ്ടി ശൈത്യയും ആദില നൂറയും കൂടെയാണ് വന്നത്. അപ്പൊ അവരും വന്നിട്ട് പാട്ട് പാടിയിട്ട് ലാസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ശൈത്യ അനീഷിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് ഏറെക്കുറെ നല്ലതായിരുന്നു. അത്ര നിലവാരം അത് കുറഞ്ഞെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ വന്നത് ഒനിയലിന്റെ ടീമാണ്. ഒനിയലിന്റെ ടീം വന്നത് ജിസയിലും ആര്യനോടെ വന്നിട്ട് എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ അതൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഒരുവിധം തട്ടിമുട്ടിയെല്ലാം പോയ പരിപാടിയാണ്. അതിനുശേഷം വന്നത് റെന ഫാത്തിമയുടെ നിന്നിയും അപ്പാനി ശരത്തും കൂടെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നത് ശാരികയ്ക്ക് വേണ്ടി അഭിലാഷും ബിൻസിയും കൂടെ, RJ ബിൻസിയും കൂടെ ആയിരുന്നു. ഹീഹോ ആ ഹിന്ദി പാട്ടായിരുന്നു. പക്ഷെ അതിന്റെ എൻഡിൽ കൊണ്ടുവന്നിട്ട് സിംഗിൾ പെർഫോമൻസ് വന്നു. അതായത് ബിൻസിയുടെ മാർഗംകളി പാട്ട്. ഈ പാട്ടൊക്കെ ഇതിനകത്ത് ഈ ബിഗ് ബോസിൽ ഇവർ പാടിയതാ, എപ്പോഴെങ്കിലുമൊക്കെ അവിടെ നിന്ന് പാടി പിന്നെ വ്യൂവേഴ്സിൽ പോയ സാധനങ്ങളാണ് വീണ്ടും കൊണ്ടുവരുന്നത്. ഒരു റിപ്പീറ്റേഷൻ നമുക്ക് മടുക്കും. അതുപോലെ തന്നെ ഈ അക്ബറിന്റെ ഒരു പാട്ടുകാരനായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഉപയോഗിച്ച് പാട്ടിൽ പുള്ളി ഒരു സിംഗർ ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ലെവല് പുള്ളിക്കുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഇന്ന് ബിഗ് ബോസ് അടുത്ത അടി കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി കർത്താക്കൾ തന്നെ ഇതിനകത്തുള്ളവരാ, ബിഗ് ബോസ് അല്ല. അപ്പൊ പിന്നെ അടിക്ക് വല്ലതും വേണോ? ആരെ ഒറ്റപ്പെടുത്തുമെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അനീഷ് തന്നെ, അനീഷാണ് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് എൻ്റെ ഇതിലും തോന്നുന്നത്. കാര്യം അവൻ്റെ തന്ത്രങ്ങൾ ഇപ്പോഴും പാളിയിട്ടില്ല. പക്ഷെ അവൻ ഗെയിം കളിക്കുകയാണെങ്കിൽ അവന് അതിന് പൊരുതി നേടാൻ പറ്റും. പക്ഷെ ഇത് മറ്റുള്ളവരുടെ സഹായികളുടെ പെർഫോമൻസിൽ വേറെ ഇതിനകത്തുള്ളവർ തന്നെ വിലയിരുത്തുമ്പം കൂട്ടയടിക്ക് ബിഗ് ബോസ് ഇത്രയേ ഉള്ളൂ, തയ്യാറെടുക്കും. പിന്നെ ഏതായാലും കൊള്ളാം. ഇതിനകത്ത് വന്നതിൽ സരികയ്ക്കാണ് അക്ബറും ആയിട്ടുള്ള അനുമോളുമായിട്ടുള്ള ഇതിൽ 6 പോയിന്റ്. അത് ഇതിനിടയ്ക്ക് അനീഷ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ജനങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങൾ, പിന്നെ ശരിയായ നടപടിയല്ല ഈ കാണിക്കുന്നത്, പോയിന്റ് കൊടുക്കുന്ന ഇത് സെലക്ഷനിലൊക്കെ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര, അത് എപ്പോഴും ഉണ്ടല്ലോ, കിച്ചണിലായാലും ഇവിടെ ആയാലും വഴക്കിനൊരു കുറവില്ല. ഏതായാലും ശരി, 6 പോയിന്റോടെ പിന്നെ സരികയ്ക്കാണ് അക്ബർ അനുവിന്റെ. പിന്നെ 5 പോയിന്റോട് കൂടി രേണുവിന്റെ
നിവിനും ഷാനവാസും ഈ നല്ല ആൾക്കാരെ എല്ലാം നല്ല നല്ല ടീംസ് നേരത്തെ സെലക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് പാവം അനീഷിന് മാത്രം വലിയ ഡാൻസ് ടീമിനോ അങ്ങനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിലനുപറയും ശൈത്യമുണ്ട്. ശൈത്യൊന്നും അത്ര വലിയ ഒരു ഇതൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ മൂന്നാമത് വന്നേക്കുന്നത് 4 പോയിന്റുമായിട്ട് ഒനിയിലാണ്. ജിസേൽ ആര്യനായിരുന്നു. അപ്പം പിന്നെ വന്നേക്കുന്നത് രണ ഫാത്തിമയാണ്. അപ്പാനിയും പിന്നെയും കൂടെയുള്ള ഇതാണ് 3 പോയിന്റ്. പിന്നെ 5ാമത് വന്നേക്കുന്നത് ആണ് അനീഷ്. അനീഷ് വന്നിട്ട് പിന്നെ 2 പോയിന്റേ ഉള്ളൂ. പിന്നെ ശൈത്യം അതില് നൂറായിരുന്നല്ലോ അതിനകത്ത് എന്തരുത്. പിന്നെ ശാരികയ്ക്ക് പോയിന്റ് ഒന്നുമില്ല. ശാരികയ്ക്ക് പോയിന്റ് ഒന്നും ഇല്ലാതാണ് ഇപ്പൊ ഇത് തീർന്നിരിക്കുന്നത്. എന്തായാലും ശരി, ഇങ്ങനെ അടിയുടെ ഒരു വ്യത്യസ്തതയുണ്ട് എന്ത് പറഞ്ഞാലും. ഇതിന്റെ അങ്ങോട്ടുള്ള ഓരോ ദിവസവും നമ്മൾ ടാസ്കുകൾ, പ്രതീക്ഷിക്കാത്ത ടാസ്കുകൾ വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ ഏതായാലും ശരി, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പർദ്ദ കൂട്ടുന്ന ഒരു കളിയായിട്ട് എനിക്കിന്ന് തോന്നിയിട്ടുള്ളൂ. അനീഷിനെ തീർത്തും, അതായത് ഈ 5ാം സ്ഥാനം കൊടുക്കാൻ ഒരിക്കലും അതിനും ഇതല്ല. ഒരു 3rd അല്ലെങ്കിൽ 4th പ്ലേസ് നിർബന്ധമായി അനീഷിന് കിട്ടേണ്ടതായിരുന്നു. അനീഷിനെ ഒറ്റപ്പെടുത്തി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാര്യം അനീഷിന്റെ തന്ത്രമാണ്. അനീഷ് നല്ല സ്നേഹമായിട്ട് ഇടപെടുന്ന പല രംഗങ്ങളും ഇപ്പൊ കാണുന്നുണ്ട് നമ്മൾ. പുള്ളി ഫയർ ചെയ്യേണ്ടടുത്ത് ഫയർ ചെയ്യും, നിൽക്കേണ്ടത് നിർത്തും. അതുകൊണ്ട് ബാക്കി 17 പേരുടെയും കൂടെ അനീഷ് വേഴ്സസ് 17 കണ്ടസ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അനീഷിനെ ഒറ്റപ്പെടുത്തിയ ഒരു കളി ഇന്ന് നമ്മൾ കണ്ടു. ബാക്കി മറ്റ് അപ്ഡേറ്റുകളുമായി പിന്നെ കാണാം. നന്ദി, നമസ്കാരം.